MLS-ൽ അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ 6ലും ഇരട്ട ഗോൾ നേട്ടം. സീസണിൽ 17 മത്സരങ്ങളിൽ 18 ഗോളുകളുമായി ഗോൾ വേട്ടക്കാരിൽ തലപ്പത്ത്. മുന്നേറ്റ നിരയിലും മധ്യനിരയിലും ചിലപ്പോഴൊക്കെ ഡിഫൻസിലും ആ 38-കാരനെ കണ്ടവരുണ്ട്. അതെ, ലയണൽ ആന്ദ്രേസ് മെസ്സി അമേരിക്കയിൽ ആറാടുകയാണ്. രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജൂലൈയിലാണ് ആരാധകരെ ഞെട്ടിച്ച് മെസ്സി യൂറോപ്പ് വിട്ടത്. എല്ലാം നേടിയ രാജാവ് രാജ്യം വിട്ട് വനവാസത്തിന് പോകുന്നത് പോലെയാണ് മെസ്സിയുടെ അമേരിക്കയിലേക്കുള്ള കൂടുമാറ്റത്തെ ഫുട്ബോൾ ലോകം കണ്ടത്. കരിയറിലെ അവസാന കാലഘട്ടം അധികം ബഹളങ്ങളില്ലാത്തൊരു ലീഗിൽ ചിലവഴിക്കാനാകാം അയാൾ ഇന്റർ മയാമിയെ തിരഞ്ഞെടുത്തത് എന്നൊക്കെ തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നു. ഹോളിവുഡിന്റെ ഭൂമികയിൽ ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാറിനെ പോലെ ആ 10ാം നമ്പറുകാരൻ വന്നിറങ്ങി. ആദ്യ മത്സരത്തിൽ എക്സ്ട്രാ ടൈമിൽ ബോക്സിന് പുറത്തു നിന്നൊരു ഫ്രീ കിക്ക് വലയിലാക്കി എന്തുകൊണ്ടാണ് താൻ ഫുട്ബോളിന്റെ മിശികയാകുന്നതെന്ന് അമേരിക്കയോട് വിളംബരം നടത്തി. ഇന്റർ മയാമിയിൽ മെസ്സി ഉണ്ടാക്കിയത് ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ആയിരുന്നു. ക്ലബിനായി ബൂട്ട് കെട്ടി 1 മാസത്തിനുള്ളിൽ ലീഗ്സ് കപ്പ് കിരീടം, US ഓപ്പൺ കപ്പ് ഫൈനൽ പ്രവേശം, ഈസ്റ്റേൺ കോൺഫറൻസ് പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരിൽ നിന്നും ഒറ്റ വർഷത്തിനുള്ളിൽ 1ാം സ്ഥാനത്തേക്ക് ഒരു കുതിച്ചുചാട്ടം. കഴിഞ്ഞ സീസണിൽ സപ്പോർട്ടേഴ്സ് ഷീൽഡ്. 7 വർഷത്തിന്റെ മാത്രം ചരിത്രമുള്ള ഒരു ക്ലബിന്റെ പേര് ലോക ഫുട്ബോളിൽ പല ആവർത്തി പിന്നീട് കേൾക്കാൻ തുടങ്ങി. ക്ലബ്ബ് വരുമാനത്തിലും സോഷ്യൽ മീഡിയ ഇന്ററാക്ഷനിലും ലീഗ് റാങ്കിങ്ങിലും കുതിപ്പ് കണ്ടു. ഏറ്റവും ഒടുവിൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ നോക്കൌട്ട് കളിക്കുന്ന ആദ്യ MLS ടീം എന്ന നേട്ടത്തിലേക്കും അയാളുടെ ചിറകിലേറി അവർ ലാൻഡ് ചെയ്തു. ഇന്റർ മയാമിക്കായി 68 മത്സരങ്ങളിൽ നിന്ന് 1.99 ഗോൾ ശരാശരിയിൽ 58 ഗോളുകൾ, 26 അസിസ്റ്റുകൾ. ഈ സീസണിൽ മാത്രം 29 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളുകൾ. MLS-ന്റെ ഈ സീസണിൽ 18 ഗോളുകളുമായി 1ാമത്. അസിസ്റ്റ് ചാർട്ടിൽ ആധിപത്യത്തിൽ. കരിയറിന്റെ അവസാന ലാപ്പിലെന്ന് പലരും പറഞ്ഞ ഒരു 38-കാരന്റെ സ്റ്റാറ്റാണിത്. MLS റെഗുലർ സീസണിൽ അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ 6ലും ഇരട്ട ഗോളുകൾ, 5 അസിസ്റ്റുകൾ. ലീഗിലെ 5 മത്സരങ്ങളിൽ തുടർച്ചയായി ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടം. ഒരു ഘട്ടത്തിൽ ആദ്യ 5-ൽ പോലും എത്തില്ലെന്ന് തോന്നിച്ച ടീമിനെ ഈ സീസണിലെ MLS കിരീടം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലൊരു സ്ട്രീക്ക്. താനുള്ളപ്പോൾ എന്തും സാധ്യമെന്ന് ഒരു ടീമിനെ ആകെ അയാൾ വീണ്ടും വീണ്ടും വിശ്വസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ബാഴ്സയുടെ ബാഡ്ജിലല്ലാതെ മറ്റൊരു ക്ലബിലും കാണില്ലെന്ന് കരുതിയ മനുഷ്യന്റെ അവിടെ നിന്നുള്ള അപ്രതീക്ഷിത പടിയിറക്കം, PSG-യിലേക്കുള്ള കൂടുമാറ്റം, പിന്നാലെ ലോകകപ്പ് നേട്ടം, ഫൈനലിസ്മ വിജയം. PSG-യിലെ 2 വർഷത്തെ മോശം സ്റ്റിന്റിന് ശേഷം മയാമിയിലേക്കുള്ള ബിഗ് ഷിഫ്റ്റ്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ റോളർ കോസ്റ്റർ റൈഡ് പോലൊരു ജീവിതമാണ് മെസ്സി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ വിശ്വകിരീടം എടുത്തപ്പോൾ റിട്ടയർമെന്റ് എപ്പോഴാണെന്ന് ചോദിച്ചവർ ഇപ്പോഴും അയാളോട് ചോദിക്കുന്നത് അതേ ചോദ്യമാണ്. ഇടങ്കാല് കൊണ്ടൊരു മഴവിൽ ഫ്രീ കിക്ക് എതിർ പോസ്റ്റിൽ കോരിയിട്ട ശേഷം അവരോട് മെസ്സി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, മാജിക് അവസാനിച്ചിട്ടില്ല. 2026 ലോകകപ്പ് തൊട്ടടുത്തുണ്ട്. അമേരിക്കയിലെ കാലാവസ്ഥ ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ തന്നെ കളിക്കാരെ വലച്ചതുമാണ്. അടുത്ത വർഷം ഇതേ സമയത്ത് നടക്കുന്ന ലോകകപ്പ് മുന്നിൽ കണ്ടാണ് മെസ്സി മയാമിയിലേക്ക് എത്തിയതെന്ന അഭിപ്രായങ്ങളുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾ അതിനായുള്ള തയ്യാറെടുപ്പായിരുന്നെങ്കിൽ ലോകകപ്പിൽ ആ മനുഷ്യന്റെ ഒരു ലാസ്റ്റ് ഡാൻസ് ഉറപ്പായും കാണാം. ബാഴ്സയിൽ പുതിയ ക്യാമ്പ് നൗവിൽ ഒരു ഫെയർവെൽ മാച്ചിനെ കുറിച്ചും ബോയ്ഹുഡ് ക്ലബായ ന്യൂവെൽസിൽ ഒരു ഷോർട്ട് സ്റ്റിന്റും പ്രവചിക്കുന്നവരുണ്ട്. ബോക്സിന് പുറത്തു നിന്ന് ഗോൾ വല തുളച്ചു കയറുന്ന ഒരു സ്ക്രീമറിൽ ഒളിപ്പിക്കുന്ന അപ്രവചനീയത തന്റെ കരിയറിലും ആ മനുഷ്യൻ സൂക്ഷിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അതാണ് ചന്തം. മുൻപൊരിക്കൽ പീറ്റർ ഡ്രൂറി പറഞ്ഞത് ശരിയാണ്, അയാളെപ്പോലെ ഒരാൾ ഇനി ഇങ്ങനെ പന്ത് തട്ടില്ല. ആയതിനാൽ അയാൾ പന്ത് തട്ടുന്ന കാലം നമുക്ക് ആവോളം ആസ്വദിക്കാം.